സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയാണ്. ചാപ്റ്റർ 1 എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എംപിരിക്കൽ ഫോർമുല മോളിക്കുലർ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് വലിയൊരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 1-2 മാർക്കിനൊക്കെ ആയിട്ട് നമുക്ക് എക്സാമുകൾക്ക് ചോദിക്കും. സോ എന്താണ് ഈ എംപിരിക്കൽ ഫോർമുല മോളിക്കുലർ ഫോർമുല എന്നുള്ളത് ആദ്യം നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. സോ മോളിക്കുലർ ഫോർമുല ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമുക്ക് ഒരു കോമ്പൗണ്ട് എഴുതി കഴിയുമ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും മോളിക്കുലർ ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ CO2 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 ആണെന്നും മീഥെയ്ൻ CH4 ആണ് എന്നൊക്കെ നമുക്കറിയാം. അതെന്താ നമ്മൾ ആ കെമിക്കൽ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, അതിൽ ഏതൊക്കെ എലമെന്റുകളാണ്, എത്ര ആറ്റംസ് ആണ് വരുന്നത് എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ തരാനാണ്. സോ ഇറ്റ് ഷോസ് ദി എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദാറ്റ് മോളിക്യൂൾ. ആ ഒരു കോമ്പൗണ്ടിന്റെ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ എലമെന്റുകളാണ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക്. ഇപ്പോൾ CO2 എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കാർബണും 2 ഓക്സിജനും ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എന്നാൽ മോളിക്കുലർ ഫോർമുല പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരാളാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് റെപ്രസെന്റ് ദി സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ദി വേരിയസ് ആറ്റംസ്. അതായത് എംപിരിക്കൽ ഫോർമുല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി ഒരു മോളിക്കുലർ ഫോർമുല ഉണ്ടെങ്കിൽ അതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് എംപിരിക്കൽ ഫോർമുല. ഫോർ എക്സാമ്പിൾ C2H6 എന്ന് പറയുന്ന ഈഥെയ്ൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂളിന്റെ മോളിക്കുലർ ഫോർമുല ആണെങ്കിൽ അതിൽ 2ഉം 6ഉം ആണ് നമ്പർ. എന്നാൽ അതിനെ എനിക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? 2ഉം 6നെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ 1ഉം 3ഉം ആക്കി മാറ്റാൻ പറ്റും. അപ്പോ CH3 എന്ന് നമുക്ക് എഴുതാം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്, ഏറ്റവും സിംപ്ലിഫൈഡ് വേർഷൻ. അതിലെ നമ്പറുകളെ മാറ്റിയിട്ട് ഇപ്പോൾ C2H4 ആയിരുന്നു എന്നുണ്ടെങ്കിലോ C2H4 എന്നായിരുന്നെങ്കിൽ അതിനെയും സിംപ്ലിഫൈ 2ഉം 4ഉം അല്ലേ, അപ്പോൾ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് CH2 എന്നുള്ള ഫോർമുലയോട്ട് മാറ്റാം. സോ അതായിരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എന്താന്ന് ചോദിക്കുന്ന പോലെ തന്നെ അത് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് നോക്കാം. അത് കണ്ടുപിടിക്കുന്നതിന് ഒരു 2 ഇക്വേഷനുകൾ നമുക്ക് വേണം. അതായത് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല വേണം. ഓക്കെ, ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്കുലർ ഫോർമുല കിട്ടണമെങ്കിൽ അത് നമുക്ക് എംപിരിക്കൽ ഫോർമുല നീഡഡ് ആണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് N ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ N എന്ന് പറഞ്ഞിട്ടുണ്ടാവും. N എന്ന് പറഞ്ഞാൽ നമ്പറുകളാണ്, 1 2 3 4 എന്നുള്ള നമ്പറുകളാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ N കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോടാ, മോളിക്കുലർ മാസ് എടുക്കും, അതേ ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്, ഇങ്ങനെയായിരിക്കും ചെയ്യാം. അപ്പോൾ N ഈസ് ഈക്വൽ ടു Nന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല. Nന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് അതേ ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല കിട്ടും, MF എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണേലും നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും. ഇതേടാ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ 80% കാർബൺ ആൻഡ് 20% ഹൈഡ്രജൻ. മോളിക്കുലർ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് 30 gram per mole. 30 gram per mole ആണ്. ഫൈൻഡ് ദി എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ 2-3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ നോർമലി നമുക്ക് ഒരു ടേബിൾ വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതുപോലൊരു ടേബിൾ വരയ്ക്കാം. അപ്പോൾ ടേബിളിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ എലമെന്റ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ, ഒരു 6 കോളങ്ങളായിരിക്കണം വേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എലമെന്റ് വരയ്ക്കണം, രണ്ടാമത്തേൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ, അടുത്തതിൽ ആറ്റോമിക് മാസ്, അടുത്തത് നമ്പർ ഓഫ് മോൾസ്, സിമ്പിൾ റേഷ്യോ, സിമ്പിൾ വോളിയം. നമ്മൾ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതൊക്കെ എലമെന്റുകളാണെന്ന് നോക്കാം. കാർബണും ഹൈഡ്രജനാണ്. ഇനി അവരെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. അപ്പോൾ നോക്കിയേ, ഇവിടെ തന്നേക്കുന്ന എത്രയായിരിക്കും, 18 തന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഹൈഡ്രജൻ 20 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അവരെ ആറ്റോമിക് മാസുകൾ. കാർബൺ എത്രയാണ് ആറ്റോമിക് മാസ് വരാം, 12 ആണ്. ഓക്കെ, 12 ആണ്. ഹൈഡ്രജൻ്റെയോ 1 ആണ്. ഓക്കെ അല്ലേ, 1 ആയിരിക്കുള്ളൂ വരുന്നത്. ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയേ ഉള്ളടാ, 80 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും നമ്മൾ ചെയ്യുക. അതായത് പെർസെൻറ്റേജ് കോമ്പോസിഷനെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ 80 ബൈ 12 ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ചെയ്യുക, പെർസെൻറ്റേജ് കോമ്പോസിഷനെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 20 ഡിവൈഡഡ് ബൈ 1 എത്രയായിരിക്കും കിട്ടുക എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ടായിക്കോളും നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ 80, പിന്നെ ആറ്റോമിക് മാസ് എഴുതി 20, അതേപോലെ തന്നെ അതിൻ്റെ ആറ്റോമിക് മാസ് എഴുതി. ഓക്കെ അല്ലേ?
ഇപ്പോൾ ഇതേപോലെ ഇത് ചെയ്യണം. ഇപ്പോൾ 80/20 12ഉം 20/20 20/1 എന്ന് പറഞ്ഞാൽ 20 തന്നെയാണല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി 80/20 കൂടി 80/12ഉം കൂടി നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇല്ലേടാ സാർ കാണിച്ചോ, ചെയ്ത് കഴിയുമ്പോഴുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 6.67 ആയിരിക്കും അതിൻ്റെ വാല്യൂ കിട്ടുക. 20/1 എന്ന് പറയുമ്പോൾ 20 ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് നമ്മൾ സിമ്പിൾ റേഷ്യോയിലോട്ട് ഇതിനെ മാറ്റണം. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് അവിടെ കിട്ടിയേക്കുന്നത്. സിമ്പിൾ റേഷ്യോയിലോട്ട് മാറ്റാനായിട്ട് ഈ കിട്ടിയേക്കുന്ന നമ്പർ ഓഫ് മോൾസിലെ ഏറ്റവും ചെറിയ സംഖ്യ നോക്കാം. കിട്ടിയേക്കുന്ന വാല്യൂസിലെ നമ്പർ ഓഫ് മോൾസിലെ ചെറിയ സംഖ്യ നോക്കാം. 6.67 ഉണ്ട്, 20 ഉണ്ട്. ചെറുതായ 6.67. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ നമ്പർ ഓഫ് മോൾസിനെയും ഡിവൈഡ് ചെയ്യാം. 6.67 by 6.67 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 20/6.67 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഡിവൈഡ് ചെയ്താൽ 2.99 ആയിരിക്കും കിട്ടാം. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ നമ്പർ ഓഫ് മോൾസിലെ ചെറിയ സംഖ്യ ഉണ്ട് എല്ലാം. എപ്പോഴാണ് നമുക്ക് സിമ്പിൾ റേഷ്യോ കിട്ടാം? അപ്പോൾ ഫസ്റ്റ് തന്നെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആറ്റോമിക് മാസും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസിലെ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം? അവിടെ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടാം 1 കിട്ടും, 2.29 കിട്ടും. ഡിവൈഡ് ചെയ്താൽ 20/6.67 ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിനൊന്ന് റൗണ്ട് ഓഫ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഫോർമുലകളിൽ എഴുതുമ്പോൾ H 2.299 എന്ന് എഴുതൂല, പകരം അതിനെ റൗണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ 1 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാം. 2.99 നമുക്ക് 3 ആയിട്ട് എഴുതാം. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഹോൾ നമ്പറിലായിട്ട് എഴുതാം, ഡെസിമൽ ഒന്നും ഇല്ലാതെ എഴുതാം, റൗണ്ട് ഓഫ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നോക്കിയിടാം, നമുക്ക് കിട്ടിയ എന്താ? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ് കിട്ടിയേക്കുന്നത്. അതായത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എംപിരിക്കൽ ഫോർമുലയാണ് EF ആണ് കിട്ടുക. EF ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വരുന്ന വരെ കാർബൺ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ വരുന്ന ഹൈഡ്രജൻ സിമ്പിൾ എഴുതുക, അത് 3 എണ്ണമാണ് വരാം. C1H3 എന്നായിരിക്കും. ഇപ്പോൾ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഫോർമുലകളിൽ 1 റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ CH3 എന്നായിരിക്കും എംപിരിക്കൽ ഫോർമുല കിട്ടുക. എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാം. എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള എംപിരിക്കൽ ഫോർമുല വെച്ചിട്ടുള്ള മാസാണ്. ഇപ്പം മോളിക്കുലാർ മാസിൽ നിന്നും മോളിക്കുലാർ ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതേപോലെ തന്നെയാണ് എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, അത് ചെയ്യാനായിട്ട് കാർബൺ എടുക്കാം, CH3. ഈ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഒരു കാർബൺ അപ്പോൾ 1 × 12 അതിൻ്റെ മാസ് പ്ലസ് ഹൈഡ്രജൻ 3 എണ്ണമാണ് ഇൻറ്റു 1 എന്ന് വരും. സോ 1 × 12 ഈസ് 12 പ്ലസ് 3 × 1 3 ആണ്. സോ 15 ആയിരിക്കും ഗ്രാം മോൾ ഇൻവേഴ്സ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലാർ മാസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 30 ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മോളിക്കുലാർ മാസും തന്നിട്ടുണ്ട് അവിടെ. മോളിക്കുലാർ മാസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട് 30 ഗ്രാം പെർ മോൾ ആണ് എന്നുള്ള, അല്ലെങ്കിൽ ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്. എംപിരിക്കൽ ഫോർമുല മാസും മോളിക്കുലാർ മാസും കിട്ടിയിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ ഫോർമുലയിൽ തരായിട്ട് ഒറ്റ സാധനം കണ്ടുപിടിച്ചാൽ അത് എന്നിൻ്റെ വാല്യൂ. അപ്പോൾ Na ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല മാസും മോളിക്കുലാർ മാസും കൂടിയാണ് ഡിവൈഡ് ചെയ്യുക. മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ. മോളിക്കുലാർ മാസ് 30 ആണ്, ഡിവൈഡഡ് ബൈ 15 എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത് എത്രയാ? 2 ആയിരിക്കും അവിടെ കിട്ടുക. എന്നിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ Na × EF എന്നാണ് നമ്മൾ ചെയ്യുക എംപിരിക്കൽ ഫോം. അപ്പോൾ 2 × CH3 ചെയ്യുക. ഈ 2 × CH3 കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര ഉള്ളടാ. നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ താഴെയുള്ള നമ്പറുകളെ കൊണ്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ നമ്പർ ഒന്നുമില്ല, വിച്ച് മീൻസ് അതെന്താ 1 ആണ്. അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഹൈഡ്രജൻ 3 എണ്ണം ഉള്ളത് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 6. സോ C2H6 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഓർഡർ പറയാം. ഈ ഒരു ടേബിൾ വരച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. 6 കോളമുള്ള ഒരു ടേബിൾ ആയിരിക്കണം. എലമെന്റുകൾ എഴുതാം, അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരും, ആറ്റോമിക് മാസുകൾ ഫില്ല് ചെയ്തോളാം. മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും, ഇല്ലെങ്കിൽ കുറച്ച് പേരെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ 80/20 എന്ന് പറഞ്ഞാൽ 6.67 ആണ്. ഇവിടെ 20/1 എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും വരാം. 6.67 by 6.67 1 ആയിരിക്കും കിട്ടാം. 20/6.67 എത്രയാ? 2.99 ആയിരിക്കും വരാം. സോ 1 ഉം 3 ആയിരിക്കുള്ളൂ വരുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ നിന്നും കിട്ടുന്നത് എംപിരിക്കൽ ഫോർമുലയാണ്. എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ എംപിരിക്കൽ മാസ് കണ്ടുപിടിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഫോർമുലയിൽ നിന്ന് വേണം കണ്ടുപിടിക്കാൻ. മോളിക്കുലാർ മാസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. അപ്പോൾ n × 30/15 = 2 എന്നായിരിക്കും കിട്ടുക. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. n × EF എന്ന് പറഞ്ഞ ഫോർമുല. സോ n × EF 2 × CH3 ആണ്. C2H6 ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം.
ഇതേടാ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ. ഞാൻ നേരത്തെ ചെയ്ത കുറച്ചും കൂടി സിമ്പിൾ ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്, പക്ഷെ അതിൽ കുറച്ച് വാല്യൂസിൽ ഡെസിമൽ പ്ലേസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇത്തിരി കൂടി നമ്മൾ കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. 98.96 gram ആണ് വരുന്നത്. വാട്ട് ഈസ് ദ എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മോളിക്കുലർ ഫോർമുല എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കാനായിട്ട് ചില കേസുകളിൽ എംപിരിക്കൽ ഫോർമുല എന്ന് പറയൂല, മോളിക്കുലർ ഫോർമുല മാത്രം കണ്ടുപിടിക്കാനേ പറയുള്ളൂ. അങ്ങനെ തന്നാലും എന്ത് ചെയ്തിരിക്കണം? രണ്ടും കൂടി എഴുതിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാലേ കാരണം ചെയ്യാനായിട്ട് പറ്റൂല. എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാതെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പം എന്തായാലും രണ്ടും കണ്ടുപിടിക്കേണ്ടി വരും മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടേബിൾ വരച്ചിട്ട് തന്നെയായിരിക്കും ഇതുപോലൊരു ടേബിൾ ആയിരിക്കും നമ്മൾ വരയ്ക്കുക. പെർസെൻറ്റേജ് കോമ്പോസിന് ഫില്ല് ചെയ്യുക, ആറ്റോമിക് മാസുകൾ ഫില്ല് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്യണം, എന്നിട്ട് ഡിവൈഡ് ചെയ്യണം. പെർസെൻറ്റേജ് കോമ്പോസിനെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്പർ ഓഫ് മോൾസ് കിട്ടുക. അതൊന്ന് ചെയ്യാലോ. നമുക്ക് ഫില്ല് ചെയ്തിട്ട് അതിലുള്ള ഓരോ വാല്യൂസും നമുക്ക് നോക്കാം. സാറെ കാണിച്ചു. സോ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സ്, ക്ലോറിൻ എന്നുള്ള ഫോമിലായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുക. പെർസെൻറ്റേജുകൾ ഞാൻ ഫില്ല് ചെയ്തു, അതിന് മാസുകൾ. ഇതിലൊറ്റ കാര്യം മാത്രമേ ഡൗട്ട് ഉണ്ടാവുള്ളൂ. 35.5 ക്ലോറിൻ്റെ ആറ്റോമിക് മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയേക്കാം. ക്ലോറിൻ്റെ മാസ് വരുന്നത് 35.5. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? ഇതേ ഡിവൈഡ് ബൈ ഇതാണ് 24.27/12 ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ 2.02 ഉണ്ടാവും. 4.07/1 എന്ന് പറഞ്ഞാൽ 4.07 തന്നെയാണ്. ദെൻ 71.65/35.5 ഡിവൈഡ് ചെയ്താൽ 2. ഇനി നമ്മൾ സിമ്പിൾ റേഷ്യോയിലോട്ടാണ് പോകാൻ പോകുന്നത്. സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൽ ഈ നമ്പർ ഓഫ് മോൾസ് കിട്ടിയതിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക. ഏതായിരിക്കും? 2.01 തന്നെയായിരിക്കും. ഇപ്പോൾ 2.01 എടുത്ത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അത് വെച്ചിട്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2.02നെ 2.01 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 തന്നെ കിട്ടാം കേട്ടോ. 1.0 സംതിങ് വരും, കുഴപ്പമില്ല. 1 തന്നെ ആയിട്ട് എടുക്കാം. 4.07/2.01 2 ആയിരിക്കും വരാം. 2.01/2.01 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 0.3 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് വരും. നോക്കണ്ട, റൗണ്ട് ഓഫ് ചെയ്യും. എന്തായാലും നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോയിൽ എഴുതുമ്പോൾ 1, 2, 1 എന്നുള്ള റേഷ്യോ ആയിരിക്കും. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും പറയാൻ പറ്റുമോ? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ആ ഫോർമുലയിൽ നിന്ന് തന്നെ എഴുതാലോ. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർബൺ ഒരെണ്ണമുള്ളൂ, അപ്പോൾ അത് സിമ്പിൾ മാത്രം എഴുതി. ഹൈഡ്രജൻ 2 എണ്ണമാണ്, ക്ലോറിൻ എന്ന് പറയുന്ന ഒരെണ്ണം. അപ്പോൾ CH2Cl എന്നായിരിക്കും വരാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാം. എങ്ങനെയായിരിക്കും വരാം? 1 × 12 പ്ലസ് 2 × 1 പ്ലസ് എന്തായിരിക്കും? 1 × 35.5. അപ്പോൾ 12 + 2 + 35.5 എന്നായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് 49.5 ഗ്രാം മോൾ ഇൻവേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും കിട്ടി. നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി. ക്വസ്റ്റ്യനിൽ മോളിക്കുലാർ മാസ് തന്നിരുന്നു 90. മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 98.96 ആയിരുന്നു വന്നത്. 98.96 ഗ്രാം ആണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ. എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? എന്നിൻ്റെ വാല്യൂ. മോളിക്കുലാർ മാസ് 98.96 ആണ്, ഡിവൈഡഡ് ബൈ 49.5 ആണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും വാല്യൂ 2 തന്നെയായിരിക്കും കിട്ടുക. നിയർലി ഈക്വൽ ടു 2 ആയിരിക്കും. ചിലപ്പോൾ വാല്യൂവിൽ ചെറിയ പോയിന്റ് 1.99 അല്ലെങ്കിൽ 2 എന്നായിരിക്കും കിട്ടുക. റൗണ്ട് ഓഫ് ചെയ്യുക. കാരണം n എന്ന് പറഞ്ഞൊരു നേരെ നമ്പർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. എന്നിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല എഴുതാലോ. ഈസ് ഈക്വൽ ടു n × EF ആണ്. ദാറ്റ് ഈസ് 2 × CH2Cl എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടാം? ഞാൻ പറഞ്ഞു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് താഴെയുള്ള നമ്പറുകളെ മൾട്ടിപ്ലൈ. അപ്പോൾ C2H4Cl2 ഇതായിരിക്കുള്ളൂ അവിടെ കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത്. C2H4Cl2. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരാളുടെയും കൂടി ചെയ്യാം. സാർ കാണിച്ചോ. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ മോളിക്കുലാർ ഫോർമുല മാസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ മോളിക്കുലാർ ഫോർമുല ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഫിഗർ വരയ്ക്കാം, നമുക്ക് നോക്കാം
ഇതിൽ ഒറ്റ കാര്യം എന്താന്ന് വെച്ചാൽ ബ്രോമിന്റെ മാസ് അറിഞ്ഞുകൂടായിരിക്കും. ബ്രോമിന്റെ മാസ് വരുന്നത് 79.9 ആണ്, അല്ലെങ്കിൽ 80 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. എടാ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്തിരി റൗണ്ടിങ് ഓഫ് കൂടുതലാണ്, എന്നാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലോട്ട് എന്തായാലും എത്താനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 79.7 വന്നാൽ ഇവിടെ 122 എന്നുള്ള ഫോമിലായിരിക്കും, സോറിയടാ 121 എന്നുള്ള ഫോം ആയിരിക്കും വരാം, ചെറിയൊരു മിസ്റ്റേക്ക്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എംപിരിക്കൽ ഫോമിലെയും മാസം. അപ്പോൾ അതിൽ ആൾക്കാരെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് CH2Br എന്നായിരിക്കും എംപിരിക്കൽ ഫോമുല കിട്ടാം. മോളിക്കുലാർ ഫോമുല കിട്ടാൻ പോകുന്നത് C2H4Br2 എന്നുള്ള ഫോമിലായിരിക്കുള്ളൂ കിട്ടാം. എടാ ഇതിലൊരു കാര്യം കൂടി, നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ സാറേ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാവോ, മോളിക്കുലാർ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാവോ? യെസ്, ക്വസ്റ്റ്യനിൽ മോളിക്കുലാർ മാസ് ആണ് ഡയറക്റ്റ്ലി വന്നത്, അതിന് പകരം വേപ്പർ ഡെൻസിറ്റി എന്നുള്ള ഫോമിൽ തരും. വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളടാ, വേപ്പർ ഡെൻസിറ്റിയുടെ ഇൻറ്റു 2 ചെയ്താൽ നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് കിട്ടും, അത്രയേ ഉള്ളൂ. ആ ഒരു റിലേഷൻ എന്തായാലും നോക്കാം. മോളിക്കുലാർ മാസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി കേട്ടോ, ഫുൾ ആയിട്ട് മാറ്റാവോ. മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. അപ്പോൾ ചിലപ്പോൾ എക്സാമിൽ തരുമ്പോൾ വേപ്പർ ഡെൻസിറ്റി ഈസ് 98 എന്ന് പറഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ 99 അങ്ങനെ തന്നു കഴിഞ്ഞാൽ 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി മോളിക്കുലാർ മാസ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസ് പെട്ടെന്ന് ഐഡിയ പോകില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു റിലേഷൻ എന്തായാലും ഓർത്തിരിക്കുക, അതും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ആളെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്തായാലും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എംപിരിക്കൽ ഫോമുല മോളിക്കുലാർ ഫോമുല ബേസ് ചെയ്ത് ചോദിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ മോളിക്കുലാർ ഫോമുല എംപിരിക്കൽ ഫോമുലകൾ ഡയറക്റ്റ്ലി ഡെഫിനിഷൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കുക, പ്രോപ്പറായിട്ട് റിലേഷൻസും നോക്കുക, ഈ ഒരു പ്രോബ്ലം നല്ലോണം വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എയിം ചെയ്തിരുന്നത്. നമ്മുടെ എംപിരിക്കൽ ഫോമുലയും മോളിക്കുലാർ ഫോമുലയും എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങൾ, അതിൻ്റെ ഇക്വേഷൻസ്. സോ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.